ഫസ്റ്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെൻസുകളിലൊന്നാണ് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതിന്റെ ഉപയോഗങ്ങൾ എവിടേക്കാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അൺചേഞ്ചിങ് സിറ്റുവേഷൻസ് വരുമ്പോഴാണ്. അതായത് ഒരു മാറ്റമില്ലാതെ തുടരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, മൈ നെയിം ഇസ് നന്ദു, ഐ ആം ഫ്രം തിരുവനന്തപുരം. ഇതൊന്നും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊന്നുമല്ല. അടുത്തതായി റുട്ടീൻ, അതായത് നമ്മൾ പതിവായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ നടക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് എന്ന് പറയാം. അതായത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഫാക്ട്സ്, തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇതിന് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കും. മറ്റൊന്ന് നമ്മുടെ ശീലങ്ങൾ പറയാനായിട്ട്, ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് എ ഡേ. ഫിക്സഡ് അറേഞ്ച്മെന്റ്, ഇതിപ്പോൾ അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിലും ഓൾറെഡി ഷെഡ്യൂൾഡ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കാറ്. ഇൻസ്ട്രക്ഷൻസ് നൽകാനായിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഗൂഗിൾ ചേച്ചി ഇങ്ങനെ പറയുന്നത്, Head south, then turn right. ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. സിമ്പിൾ പ്രസന്റിൽ നമ്മുടെ ഏകവചനങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഒന്നാമതായി വിരാട് കോഹ്ലി എന്ന് വന്നപ്പോൾ കണ്ടോ, നമ്മൾ ആ വേർബായ പ്ലേയുടെ കൂടെ ഒരു എസ് ആഡ് ചെയ്തു. എസ് അല്ലെങ്കിൽ എസ് ആഡ് ചെയ്യേണ്ടി വരും. എന്നാൽ ബഹുവചനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഐ വരുമ്പോൾ നമ്മൾ ആ വേർബ് അതുപോലെ എഴുതിയാൽ മതി, അതിന്റെ റൂട്ട് ഫോം എഴുതിയാൽ മതി. അതുകൊണ്ടാണ് വിരാട് ആൻഡ് രോഹിത് പ്ലേ, ഐ പ്ലേ വന്നത്. ഈ വീഡിയോ കണ്ട് സിമ്പിൾ പ്രസന്റ് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ അടുത്ത ടെൻസിന്റെ വീഡിയോ കാണൂ. കുറച്ച് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഒന്നുകൂടെ ഈ വീഡിയോ കണ്ടു നോക്കൂ. ഒന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ നല്ല ഏതെങ്കിലും അധ്യാപകന്റെ വീഡിയോ കാണൂ. ബൈ.